പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവർ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്ത് എത്തി. ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. ഇപ്പോൾ പിശാച് ബാധിതന് സൗഖ്യം കിട്ടി. ഇവിടെ 2 വാക്കുകൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത്, ഒന്നാമതായിട്ട് പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ചു. 2, സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നു, വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന് ഈശോയുടെ ഉത്ഥാനവുമായിട്ട് ബന്ധമുണ്ട്. ഈ ഭാഗത്തിന് ഈ 2 വാക്കുകളും കർത്താവിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. മർക്കോസ് 16:1 മുതൽ വായിക്കാം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നു താനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ, ശ്രദ്ധിച്ച് വായിച്ചേ, വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത് ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. മനസ്സിലായില്ലേ? വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നു. പിശാച് ബാധിതൻ. ഇവിടെ ഈശോയുടെ കല്ലറയിൽ നിന്ന് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗത്തും ഒരു യുവാവ്, ദൈവദൂതൻ ആയിരിക്കും. വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ് വലത് ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. പഴയ റെഫറൻസ് ഒന്ന് വായിച്ചേ, പിശാച് ബാധിതൻ്റെ. അവിടെ എന്താ പറയുന്നത്? അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. കണ്ടോ? വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരുത്താനാണ് കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റത്. അതാണ് ഈ കണക്ഷൻ ഉണ്ട് തമ്മിൽ. കർത്താവിൻ്റെ ഉത്ഥാനവും ഈ കല്ലറയിൽ നിന്നുള്ള അവൻ്റെ മോചനവും തമ്മിൽ ഈ നല്ല ബന്ധമുണ്ട്. അപ്പോൾ മർക്കോസ് അങ്ങനെ അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്, ഒരു ആത്മീയ അർത്ഥത്തിൽ അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇരിക്കുന്നു, അയാൾ സെറ്റിൽഡായെന്നാണ് എൻ്റെ അർത്ഥം. അയാൾ സെറ്റിൽഡായി. പക്ഷേ നമ്മൾ ഈ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നേരത്തെ വായിച്ചപ്പോൾ ഇയാൾ സെറ്റിൽഡ് അല്ലായിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ ഒരിടത്തും ഇരിക്കില്ല. അവൻ മലയിൽ അലഞ്ഞു നടക്കും, ശവകുടീരത്തിൽ അലഞ്ഞു നടക്കും, കുന്നുകളിൽ അലഞ്ഞു നടക്കും. അവൻ രാപകൽ അലറി വിളിക്കും, തന്നെ മുറിപ്പെടുത്തും, ചങ്ങലകൾ തകർത്ത് കളയും. അൺസെറ്റിൽഡ് ടു ദ കോർ.
ഈ മനുഷ്യൻ അൺസെറ്റിൽഡാണ്. അപ്പോൾ അസ്വസ്ഥനാണ്, സമാധാനമില്ല. നമ്മൾ ഈ യേശുവിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആദ്യം കിട്ടുന്ന എന്താണ്? ഈ സമാധാനമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല, പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ സെറ്റിൽഡാണ്. എവിടെയോ ഒരു ഉറപ്പുണ്ട്. എന്താണ്? ഒന്ന്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. രണ്ട്, നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരും. ആ ഒരു ഉറപ്പ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ഈശോ ഒരാളെ തൊട്ടു എന്നതിൻ്റെ അടയാളം എന്താ? ഈ സെറ്റിൽഡായ അവസ്ഥയാണ്. അയാൾക്ക് ആകുലപ്പെടാൻ 1000 കാരണം മറ്റുള്ളവരെ പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ അയാൾ സെറ്റിൽഡാണ്. എവിടെയോ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്. നിങ്ങൾ ഈ ശരിക്കും സ്പിരിച്വലായ മനുഷ്യരുടെ മുഖത്ത് ശാന്തതയുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. 1000 പ്രശ്നം ഇളകി മറിയുന്ന തിരമാലകൾ പോലെ, വേലിയേറ്റം പോലെ, സുനാമി പോലെ അലറിയാർക്കുന്ന തിരമാലകൾ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്നടിക്കുന്നുണ്ടാവും, പക്ഷെ അവർ സെറ്റിൽഡായിരിക്കും. ഈ വഞ്ചിയുടെ അമരത്ത് കിടന്ന് കർത്താവ് ഉറങ്ങിയ പോലെ. എങ്ങനെ ഉറങ്ങിയെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ കാറ്റടിച്ച് വെള്ളം അങ്ങോട്ട് കയറി, വള്ളത്തിനകത്ത് മുഴുവൻ വെള്ളം കയറി എങ്ങനെ കിടന്നുറങ്ങി കാണും. അപ്പം അത് ഉറങ്ങാൻ പറ്റുന്നത് ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്തും വരട്ടെ, കർത്താവ് കൂടെ ഉണ്ട് എന്ന സമാധാനമാണത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ പിശാച് ബാധ്യതന് കിട്ടിയത്, അവൻ സെറ്റിൽഡായി. അവനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. ആളുകൾ വന്നിട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ പിശാച് ബാധ്യതനെ ഇവനെ കൊണ്ടാണ് ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിരുന്നത്. അധികാരികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത്, നിയമപാലകരും പോലീസും എല്ലാവരും വിഷമിച്ചിരുന്നത് ഇവനെ ഓർത്തിട്ടാണ്. അല്ല, ഇവനെ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ എത്ര വീടുകളിലാണ് ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായത്? ഒതുക്കി നിർത്താൻ പറ്റാത്ത മനുഷ്യർ. ഭാര്യയ്ക്ക് ഒതുക്കി നിർത്താൻ പറ്റില്ല, അപ്പനും അമ്മയ്ക്ക് ഒതുക്കി നിർത്താൻ പറ്റില്ല. നീ പോയി മരിക്കാത്തതെന്താണ് എന്ന് മാതാപിതാക്കൾ ചോദിച്ച് അങ്ങനെ 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 ശാപിച്ച് ഇട്ടിരുന്ന മനുഷ്യർ ഇന്ന് ആരുടെയും സഹായമില്ലാതെ, ആരുടെയും ബഹളമോ പ്രേരണയോ നിർബന്ധമോ ഇല്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ, തല്ലിയാ തിരിച്ച് തല്ലാതെ, അടി വാങ്ങിച്ച് ഒരു ബഹളം ഉണ്ടാക്കാതെ ജീവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം, നിങ്ങൾക്കറിയാം. അതാണ് ആ കർത്താവ് തൊട്ടതിൻ്റെ അടയാളമാണത്. നിങ്ങൾക്ക് മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് കർത്താവിന് മാത്രമേ പറ്റൂ. ഇങ്ങനെ ഒരു മനുഷ്യനെ അടിമുടി മാറ്റാൻ. ചെറിയ ചെറിയ ദുശീലങ്ങളൊക്കെ അവിടെ എവിടെയും പോയാലും മാറാം, ചെറിയ സെമിനാറിനൊക്കെ പോയാലൊക്കെ മാറാം. പക്ഷെ ഒരാളെ അടിമുടി മാറ്റാൻ പ്രപഞ്ച ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അവൻ്റെ പേര് യേശു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ യേശു ഈ മനുഷ്യനെ തൊട്ടു. നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ, ലിറ്ററലി വിശ്വസിച്ചാൽ നമുക്ക് മനുഷ്യരോട് ഇടപഴകുമ്പോൾ ഒരു നിരാശ വരില്ല. ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതങ്ങ് അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് ഏത് ഹോപ്പ്ലെസ്സായ മനുഷ്യനെ കാണുമ്പോഴും നമുക്ക് ഇത് കർത്താവ് ശരിയാക്കും എന്നൊരു വിശ്വാസം വരും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവൻ ശരിയാവത്തില്ലായിരിക്കും, ചിലതിങ്ങനെ ആയിരിക്കും, ചിലത് നശിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും എന്ന് വിചാരിച്ച് എഴുതിത്തള്ളും. ഈ സുവിശേഷകർ സത്യം പറഞ്ഞാൽ എത്രയോ മിഷണറിമാർ എത്രയോ ഹോപ്പ്ലെസ്സായ കേസുകളിൽ ഒരു സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ ഒരു ഉറപ്പുണ്ട്, കർത്താവ് ഇടപെടും. ഈ പിശാച് ബാധ്യതനെ മാറ്റിയതുപോലെ നമ്മളെയും കർത്താവ് മാറ്റും, മനുഷ്യരെ മാറ്റും. ആ ഒരു കാര്യമാണ്. ഒന്ന്, അവൻ സെറ്റിൽഡായി. രണ്ടാമതായിട്ട്, അവൻ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഈ കൈ ശോഷിച്ചവനോട് പറഞ്ഞ പോലാണ്. അവനെ നടുക്ക് നിർത്തി അവൻ്റെ കൈ പൂർവാവസ്ഥയിലാക്കി ഇവനെ റിസ്റ്റോർ ചെയ്തു എന്നാണ്. അവൻ്റെ ഹ്യൂമാനിറ്റിയെ റിസ്റ്റോർ ചെയ്തു, അവൻ്റെ അന്തസ്സിനെ തിരിച്ചു കൊടുത്തു. തുണി ഉടുത്തിരിക്കുകയാണ് മാന്യനായിട്ട്. ഇത്രയും നാളും തുണിയില്ലാതെ നടന്നവനാണ്, തുണി ഉടുത്ത് ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്തെ ഒരു മനുഷ്യൻ ഈ ജംഗ്ഷനിലിറങ്ങി എല്ലാവരെയും തെറി വിളിക്കും. വണ്ടിക്കാരെ വണ്ടി റോഡിന് നടുക്കിങ്ങനെ നിന്ന് തടഞ്ഞ് നിർത്തിയിട്ട് തെറി വിളിക്കും. പോലീസുകാരെ നിർത്തി തെറി വിളിച്ചിട്ട് പോലീസുകാർ ഇവൻ്റെ ശല്യം കാരണം ഇവനെ കണ്ട അവർ വേറെ വഴിക്ക് പോകും. പോലീസുകാരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് തെറി വിളിക്കുക. അങ്ങനെ ഒരുത്തൻ. അവിടെ ഒരു സുവിശേഷ സംഘം വന്നു ഈ സ്ഥലത്ത്. എന്നിട്ട് അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി അവരൊരു റൂമെടുത്ത് താമസിക്കുമ്പോൾ ജംഗ്ഷനിൽ ഇവനെ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ,
1, 2, 3 പള്ളിയുടെ നടുക്കാണ് ഈ ജംഗ്ഷൻ. ഈ പള്ളി ഞായറാഴ്ച പോകുന്ന എല്ലാവരും ഇവനെ കണ്ടിട്ടുണ്ട്. ജംഗ്ഷനിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന എല്ലാവരും ഇവനെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നു, അതുകൊണ്ട് ഞാൻ സ്ഥലം പറയാത്തതാണ്. ഇവിടെ തൊട്ടടുത്താണ്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ സുവിശേഷകർ അവിടെ അടുത്ത് വന്ന് ഒരു റൂം എടുത്തു. സുവിശേഷകർ, പള്ളിയും പള്ളിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. അവർക്കാർക്കും അങ്ങൊരു സെൻസ് വന്നില്ല. ഇവിടെ ഒരുത്തം കിടന്ന് ഇങ്ങനെ തെറി വിളിച്ച് കിടന്ന് നശിക്കുന്നു, സെൻസ് വന്നില്ല. പള്ളിക്കാർ ഇവനെ കണ്ടു, എല്ലാം ചിരിച്ചു, കളിയാക്കി, അവനൊരു ഇരട്ടപ്പേരൊക്കെ ഇട്ടു, അങ്ങനെ പോയി. ഇവരുണ്ടല്ലോ, ഇവനോട് സംസാരിച്ചു, യേശുവിനെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സുവിശേഷം പറഞ്ഞു, പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോണ്ടല്ലോ, എനിക്ക് നേരിട്ടറിയാവുന്ന കേസാണ്. ഇവൻ അവർ താമസിക്കുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു ബിൽഡിംഗ് അവരെടുത്തിട്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് മര്യാദക്കാരനായിട്ട് അതിൻ്റെ വാതിക്കെ ഇരിക്കുന്നു. കള്ളുകൂടിയില്ല, തെറിവിളിയില്ല. സുവിശേഷം ഇവനെ റിസ്റ്റോർ ചെയ്തു. പള്ളിയിൽ പോകുന്നവർ കണ്ട 3 പള്ളിയുടെ നടുക്കാണ് ഈ ജംഗ്ഷൻ. പള്ളിയിൽ പോകുന്നവർക്കല്ല ഇതൊരു കളിതമാശ. പക്ഷെ സുവിശേഷം ചങ്കിനകത്ത് കയറിയ ഒരുത്തന് ഇത് കളിതമാശയല്ല. അവന് കർത്താവിൻ്റെ ഉള്ളിലെ വേദനയുണ്ട്. ആ വേദന കാണുമ്പോൾ അവനറിയാം ഇവൻ റിസ്റ്റോർ ചെയ്യപ്പെടേണ്ടവനാണ്. ഇവനെ തിരിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് സുവിശേഷം ഏറ്റുവാങ്ങിയവരുടെ ഡ്യൂട്ടിയാണെന്ന് അവനറിയാം. റിസ്റ്റോർ ചെയ്തു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു സംഭവമാണിത്. ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നു. തെറി വിളിച്ച് ബഹളം വെച്ച് നാശം അങ്ങനെ നടന്നൊരു മനുഷ്യൻ. അതാണ് ഇവൻ ഇരുന്നു, വസ്ത്രം ധരിച്ചു. ഈ സെറ്റിൽഡ് ആൻഡ് ഈസ് റെസ്റ്റോർഡ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇനി 15-ാമത്തെ വാക്യം വായിച്ചേ, മർക്കോസ് 5:15. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. കണ്ടോ? അപ്പോൾ ആദ്യത്തെ ഈ മിനിസ്ട്രി, ഫസ്റ്റ് ഡേ മിനിസ്ട്രിയാണ്. വിജാതീയരുടെ ദേശത്തേക്ക് കർത്താവ് ആദ്യമായിട്ട് വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് വിജാതീയരുടെ ദേശത്തെ ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷയാണ്. ഫെയിലിയർ അല്ലേ? അതൊരു വമ്പൻ പരാജയമല്ലേ? അപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. അവർ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് 2000 പന്നിയുടെ നഷ്ടമുണ്ട്, പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വലുത് പന്നികൾ തന്നെ, വേഗം വിടാൻ പറഞ്ഞു. ഞാൻ പറയാം അതിനെക്കുറിച്ച്. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവൻ്റെ കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. അപ്പോൾ ഈ പാവം ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനൂടെ വരട്ടെ എന്ന് പറഞ്ഞു. എവിടെ? നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? അക്കരെ കഫർനാമിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്. എന്താ കാരണം? കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കർത്താവിനെ അറിഞ്ഞ ഒരാളാണ്. എനിക്കിനി ഈ നാട്ടിൽ നിന്നാൽ ഈ നാട്ടിൽ ഇനി എനിക്കൊരു സ്പേസ് ഇല്ല. ഞാൻ കർത്താവിനെ അറിഞ്ഞ ആളാണ്. ബാക്കി ആരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അവർക്ക് പന്നികളാണ് വലുത്. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചെന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചെന്നും അവരെ അറിയിക്കുക. ഈ സുവിശേഷത്തിലെ ആദ്യത്തെ വിജാതീയ മിഷണറിയാണ് ഈ പിശാച് ബാധിതൻ. വിജാതീയരുടെ ഇടയിൽ ആദ്യമായിട്ട് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചത് ഈ പിശാച് ബാധിച്ച ആളാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ വരണ്ട, നീ പോയിട്ട് അവരുടെ ഇടയിൽ നിൻ്റെ വീട്ടുകാരുടെ അടുത്ത്, നിൻ്റെ സ്വന്തക്കാരുടെ അടുത്ത്, നിൻ്റെ നാട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് നീ പറ, കർത്താവ് എന്തെല്ലാം ചെയ്തു. എന്തിനങ്ങനെ പറയുന്നത് അറിയാമോ? ഇവനെ അറിയാത്തവരൊറ്റ ഒരാൾ പോലും ആ ദേശത്തിൽ, ആ പട്ടണത്തിലില്ല.
ദെക്കാപോളീസ് എന്നാ പറയുന്നത്. അടുത്ത വാക്യത്തെ അതാ പറയുന്നത്. 10 നഗരങ്ങളാണ് ദെക്കാപോളീസ്. ഈ 10 നഗരത്തിലും ഇവൻ അറിയാത്ത ഒറ്റ ഒരുത്തം പോലും ഇല്ല. ഓരോ സിറ്റിയിലും ഇവൻ ചെല്ലും. ചെന്നിട്ട് ഇവൻ പറയും, ഒരു കാലത്ത് ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചും കൂച്ചുവിലങ്ങുകൾ തകർത്തും മലയടിവാരങ്ങളിൽ അലഞ്ഞു നടന്നും ശവകുടീരങ്ങൾക്ക് ഇടയിൽ രാപാർത്തും മുറിവേൽപ്പിച്ചും മുറിപ്പെടുത്തിയും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്കെന്നെ പരിചയമുണ്ട്. ഇന്ന് ഞാൻ ആ പഴയ മനുഷ്യനല്ല. എൻ്റെ കെട്ടുകൾ അഴിച്ച ഒരുവനെക്കുറിച്ച് എനിക്ക് ഈ നഗരത്തിൽ പ്രസംഗിക്കാനുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സുവിശേഷം ഇവൻ പറയുമ്പോൾ ഈശോ പറയുന്നതിനേക്കാളും പഞ്ച് വരും. കാരണം എന്താണ്? ഇവൻ്റെ ജീവിതം അറിയാത്ത ഒരൊറ്റ ഒരാളവിടെ ഉണ്ടോ? സകലരും ഇവൻ്റെ ജീവിതത്തിൻ്റെ പരിതാപാവസ്ഥ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് ഓരോ സിറ്റിയിലും 10 നഗരത്തിലും ഇവൻ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഇനി എന്താ സംഭവിച്ചതെന്നറിയാം? അപ്പാരൻ്റ്ലി ഈ ഭാഗത്തിൻ്റെ അവസാനം നമുക്ക് തോന്നും കർത്താവിൻ്റെ മിനിസ്ട്രി ഒരു ഫെയിലിയർ ആണെന്നല്ലേ തോന്നുന്നേ. സത്യത്തിൽ ഫെയിലിയർ അല്ല. ഇനി ഈശോ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ ഈ സ്വീകരണമല്ല ഈശോയ്ക്ക് കിട്ടിയത്. നമുക്കതൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൽ എടുക്കാം. 7-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പിന്നെ എടുക്കുന്നതാണെങ്കിൽ ഒന്ന് വായിക്കാം. നമുക്ക് 7:31 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വരെ ഒരു യൂണിറ്റാണ്. നമുക്ക് 7:31 മുതൽ വായിക്കാം. ഇപ്പം അവൻ ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളീസ് പ്രദേശത്തൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്ന ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു. തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ട് അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ വിലക്കി. എന്നാൽ ഇത്രയേറെ അവൻ വിലക്കി, അത്രയേറെ ശുഷ്കാന്തിയോടെ അവൻ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണ ശക്തിയും ഊമർക്ക് സംസാരശേഷിയും കൊടുക്കുന്നു. അതായത് ഈ പ്രദേശത്ത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ഭാഗത്തും ഈ 31 മുതലുള്ള ഭാഗത്തുമൊക്കെ കർത്താവ് ഈശോ മിശിഹ ഈ വിജാതീയരുടെ ദേശത്താണ് ചെല്ലുന്നത്. അവിടെ വച്ച് അത്ഭുതങ്ങൾ നടന്നു. അവർ രോഗികളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബധിരനായ ഒരുത്തനെ കൊണ്ടുവന്നു. അവന് സുഖപ്പെട്ടു. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം മൂലം അവരുടെ മകള് സൗഖ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു സുവിശേഷ വേലയുടെ വ്യാപനം നടക്കുന്നതിൻ്റെ കാരണം ആരാ? ഈ മനുഷ്യൻ. അയാളവിടെ യേശുവിൻ്റെ ഏജൻ്റായിട്ട് ഈ പട്ടണത്തിലുണ്ട്. കർത്താവ് വരുമ്പോൾ ഇനി കൺവെൻഷൻ ക്രമീകരിക്കുന്ന ആരാ? ഈ പിശാച് ബാധിച്ച ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പാരൻ്റ്ലി നമ്മൾ ഈ ഭാഗം ആദ്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് ഒരു ഫലമുണ്ടായില്ല എന്ന് നമുക്ക് തോന്നാൻ ഇടയുണ്ടെങ്കിലും ഈ മനുഷ്യനിലൂടെ ആ വിജാതീയ ദേശം യേശുവിനെ അറിയാൻ ഇടയായി എന്നാണ് നമ്മൾ തൊട്ടടുത്ത അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ആ ദേശത്ത് യേശുവിന് വലിയ സ്വീകാര്യത ഉണ്ടാവുകയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. 19-ാമത്തെ വാക്യം. എന്നാൽ യേശു അനുവദിച്ചില്ല, അവൻ പറഞ്ഞു. 5:19. യേശു അനുവദിച്ചില്ല, അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈ പിശാച് ബാധിതനെ മിഷണറിയാക്കി മാറ്റിയ ചരിത്രമാണ് നമ്മൾ വായിച്ചത്. സത്യം പറഞ്ഞാൽ കർത്താവ് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവനെ മിഷണറിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതെപ്പോഴും ഓർത്തിരിക്കണം. അത് ചെറിയൊരു സൗഖ്യം, ചെറിയൊരു തലവേദന മാറുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? മിഷണറിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നായ്ക്കമ്പറമ്പിലച്ഛന് പറഞ്ഞു തരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അച്ഛനിങ്ങനെ പറയും, അവരെ തിരുരക്തം കൊണ്ട് കഴുകണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അവസാനം അവരെ പ്രേക്ഷിതരാക്കി മാറ്റണമേ. അത് കറക്റ്റ് ലോജിക്കാണ്. അതായത് ഇവരുടെ പാപം ക്ഷമിക്കുന്നത് എന്തിനാ? പ്രേക്ഷിതനാക്കി മാറ്റാൻ വേണ്ടിയാണ്. രോഗം സുഖപ്പെടുത്തുന്നത് എന്തിനാ? പ്രേക്ഷിതനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അർത്ഥത്തിലും കർത്താവ് ഈശോ മിശിഹ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവനെ സുവിശേഷകനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് സുവിശേഷം? നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ഈശോയെക്കുറിച്ച് പറയാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്തം തന്നുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിലൂടെ അങ്ങ് സംസാരിച്ച അവിടുത്തെ വചനത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി.